നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ ശക്തൻ ചാനൽ ഒരുപാട് പച്ചക്കറി ഐറ്റങ്ങളുടെയൊക്കെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പച്ചക്കറിക്ക് എങ്ങനെയാണ് പൊതുവെ വില കൂടുതലോ കുറവോ? കൂടുതലും കുറവൊന്നുമില്ല, ഇപ്പൊ ഒരു മീഡിയം റേഞ്ചിൽ ലെവലിൽ പോകുന്നു. ഏറ്റവും കൂടുതൽ വില ഏതിന്? ബീൻസ് എത്ര കിലോ? ബീൻസ് 80 രൂപയൊക്കെ വരും. 80 രൂപ. ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ വില ആർക്കാ സാധ്യത? സ്ഥാനാർത്ഥി ഇപ്പൊ എല്ലാവരും തുല്യ ശക്തരായിട്ട് നിൽക്കണം. നല്ലൊരു മത്സരമായിരിക്കും. മണ്ഡലം വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ എന്തായിരിക്കും വോട്ടർമാരുടെ മനസ്സിലുള്ളതെന്നാണ് ചേട്ടൻ കണക്കാക്കുന്നത്? അത് നമ്മൾ വ്യക്തികളെ മാറ്റി വെച്ചോളൂ. വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പലതും ഉണ്ടാവുമല്ലോ. അതിലെന്തായിരിക്കും ഈ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ഒരു വോട്ടറുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ളത്? എനിക്ക് ക്ലിയർ ആയില്ല. അതായത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളായിരിക്കുമല്ലോ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക. ചിലപ്പോൾ സ്ഥാനാർത്ഥികളായിരിക്കും, ചിലപ്പോൾ പാർട്ടി ആയിരിക്കും, അതല്ല മറ്റേതെങ്കിലും വിഷയങ്ങളായിരിക്കും. ഇന്ന വിഷയത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ചിലപ്പോൾ നമ്മൾ വോട്ട് രേഖപ്പെടുത്തും. ചില ദേഷ്യം ചിലപ്പോൾ നമ്മൾ വോട്ടിലൂടെ രേഖപ്പെടുത്തും, ചിലപ്പോൾ ഇഷ്ടം നമ്മൾ വോട്ടിലൂടെ രേഖപ്പെടുത്തും. അങ്ങനെ വന്നാൽ എന്തായിരിക്കും രേഖപ്പെടുത്തുക? എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ തൊഴിൽ മേഖലകളൊക്കെ വളരെ പിന്നിലാണ് നിൽക്കുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും, ജോലിയുടെ കാര്യത്തിലായാലും ബിസിനസ് മേഖലയായാലും ഒക്കെ വളരെ പിന്നാക്കാൻ നിൽക്കും. അപ്പൊ അത് ഒന്ന് ലെവലായില്ലെങ്കിൽ എല്ലാവരുടെ കാര്യവും വളരെ ബുദ്ധിമുട്ടിയോടെ ഡെയിലി കൂലിക്കാരനായ കാരണം കൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാ മേഖലയിലും കൂലിയുടെ ഇതിലായാലും ഒക്കെ പണിയൊക്കെ കുറവും വളരെ ഒരു ബുദ്ധിമുട്ടിയോടെയാണ് കടന്നു പോകുന്നത്. അതായത് ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് വോട്ടിൽ പ്രതിഫലിക്കും. ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നാണോ സംസ്ഥാന സർക്കാരാണെന്നാണോ കരുതുന്നത്? അങ്ങനെ ഞാൻ വ്യക്തമായിട്ട് പറയില്ല. കാരണം എല്ലാ മേഖലയിലും ഉണ്ട് അതിന്റെ കുറവുകള്. അപ്പോ ഒരാളുടെ കുറവായിട്ട് ഞാൻ പറയില്ല. ഇത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നിലവിൽ മാറണോ സംസ്ഥാന സർക്കാർ മാറണോ, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആര് മാറിയാലും അത് ക്ലിയർ ആവാന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയോടെ കടന്നു പോകണം. അപ്പൊ അത് മാറാൻ ഏത് മേഖലയാണ് ശരിയാവുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡിയായി വരണം. മോദി ഗ്യാരണ്ടിയിൽ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, നമ്മൾ അങ്ങനെയൊന്നും ചോദിച്ചാൽ നമുക്ക് പറയാറില്ല. അതായത് മോദി ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ വന്ന് പറഞ്ഞത് ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. വികസനം വരും, ജോലി ഉണ്ടാവും, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാം. അല്ല, അതിപ്പോ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ചേട്ടാ മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നില്ല, പിണറായി ഗ്യാരണ്ടി വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഏത് രാഷ്ട്രീയമായാലും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ജീവിത സാഹചര്യങ്ങളിലെ ബുദ്ധിമുട്ട് പ്രതിഫലിക്കും. അത് നമുക്കൊന്ന് മാറി കിട്ടാനായിട്ട് ആരാ വരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വരണം, നന്നാവണം. ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, മാറ്റം വരണം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ട് എല്ലായിടത്തും പ്രതിഫലിക്കുന്നുണ്ട്. ജോലിയുടെ മേഖലയിലൊക്കെ എത്ര കാലമായിട്ട് ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ഞാൻ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ. ഇതിപ്പോ ഇവിടെ നല്ല ചൂടുണ്ട്. ചൂട് ഭയങ്കര ചൂടാണ്. നല്ല ചൂട്. മുതലാളിയായിട്ടൊക്കെ എങ്ങനെ? നല്ല ടൈംസിലാണോ? നല്ല കമ്പനിയാണ്. നല്ല കമ്പനിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഭയങ്കര സപ്പോർട്ട്. നമ്മൾ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ കച്ചവടമൊക്കെ ഉണ്ട്, അത്യാവശ്യം കുറവാണെന്ന് അതാ ഞാൻ പറഞ്ഞു. അതാണ് ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് എന്തെങ്കിലും പൈസയുടെ കാര്യം തരണമെന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടിയാലാണല്ലോ നമുക്ക് കിട്ടുള്ളൂ. അത് അവർക്കും ബുദ്ധിമുട്ടാണ്. ബിസിനസ് വളരെ മോശമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മെച്ചപ്പെടും. അച്ഛാദിനായക. ഓക്കെ, താങ്ക് യു. ഓക്കെ.